ഇന്ന് നമ്മുടെ സൈഡ് ബിസിനസ്സിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി ടൗണിൽ പോവുകയാണ്. അങ്ങനെ തന്നെ മുടിയും വെട്ടി. ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ പരിപാടിയുണ്ട്. കാരണം കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ബിരിയാണിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ബിരിയാണി കടയ്ക്ക് പോയി. പിന്നെ ബിരിയാണി വെക്കാനുള്ള സ്പൈസസ്, ഓയിൽ അതെല്ലാം അവിടെ നിന്ന് സെറ്റാക്കി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ബിരിയാണിൻ്റെ സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ ഫ്ലക്സ് കടയ്ക്ക് പോയി. നമ്മൾ നേരത്തെ ഫ്ലക്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലക്സ് എല്ലാം റെഡി ആയി പറഞ്ഞിട്ട്. ഫ്ലക്സ് കട മുകളിൽ കാരണം നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. മൂന്നാമത്തെ നിലയിലാണ്. അപ്പോൾ മൂന്നാമത്തെ നില വരെ നമ്മൾ നടന്ന് പോയപ്പോഴും അവിടെ വേറൊരു ട്വിസ്റ്റ്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും അവർ കടയും പൂട്ടി ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കുറച്ച് നേരം അവിടെ വെറുതെ നിന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേട്ടൻ കയറി വന്നു. പിന്നെ ചേട്ടൻ വന്ന് ഫ്ലക്സ് എല്ലാം എടുത്ത് തന്നു. ഫ്ലക്സ് എല്ലാം എടുത്ത് തന്നിട്ട് കുറച്ച് പരിപാടിയും കൂടി ബാക്കി ഉണ്ടായിരുന്നു ഫ്ലക്സിൻ്റെ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഫ്ലക്സും മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത എന്ത് പരിപാടി നോക്കി നോക്കുമ്പോഴാണ് സ്കാൻറ്റീൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് കുറച്ചായി, പക്ഷേ നമ്മൾ പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സ്കാൻറ്റീനിൽ കയറി ഫുൾ സ്റ്റിക്ക് നോട്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് വായിച്ച് നോക്കിയിട്ട് ഇവിടെ ഏതാ കൂടുതൽ സെയിലാണ് ഐസ്ക്രീം ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ദുബായ് കുനാഫ പ്രിഫർ ചെയ്തു. സംഭവം കുഴപ്പമൊന്നുമില്ല, നൈസായിരുന്നു. പാലക്കാടത്തെ വെയിലിന് ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ സംഭവം കളറായി. ഐസ്ക്രീം നല്ല തണുപ്പായിരുന്നു, അത് കാരണം മെല്ലെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്കാൻറ്റീന്ന് ഐസ്ക്രീം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ ഫ്രൂട്ട്സ് അടക്കി പോയി. അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും മേടിച്ച് നേരെ വീട്ടിൽ പോയി.